പിന്നെ കൊളംബിയയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കൊളംബിയയിൽ വലിയ തോതിലുള്ള അസമത്വം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. മെക്സിക്കോയെ അപേക്ഷിച്ച് വെച്ചാൽ ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ അണ്ടർ ഡെവലപ്ഡ് ആണ്. നമ്മൾ ഉത്തരേന്ത്യയിലെ ഇപ്പോൾ ഉത്തരാഖണ്ഡ് എന്നോ ജാർഖണ്ഡ് എന്നൊക്കെ പറയാവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു ജിയോഗ്രഫിയും ടോപ്പോഗ്രഫിയൊക്കെ അവിടെ പോയി കാണാൻ പറ്റുക. അവിടുത്തെ ജനജീവിതം അങ്ങനെ തന്നെയാണ്, ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ഇല്ല. അതേസമയം കൊളംബിയയുടെ നഗരപ്രദേശങ്ങൾ കുറേ കൂടി ഡെവലപ്ഡ് ആണ്, ജനം കൂടുതൽ അവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ ആളുകളെ സംബന്ധിച്ച് ജീവിക്കാൻ തന്നെ പറ്റാത്ത വിധമുള്ള അസമത്വം, അതിപ്പോൾ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലാണെങ്കിലും തൊഴിൽ സാധ്യതയുടെ കാര്യത്തിലാണെങ്കിലും വലിയ അസമത്വം നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ അസമത്വത്തിനെതിരെയാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് ഗറില്ലകൾ പോരാട്ടം തുടങ്ങിയത്. പക്ഷേ അവരുടെ പോരാട്ടം അവർ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു. അതാണ് എൻ്റെ രസം. ആ പോരാട്ടത്തിന് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടായിരുന്നു. ഇപ്പോൾ FCRA എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു FARC, അവരൊരു പ്രധാനപ്പെട്ട ഗറില്ല ഗ്രൂപ്പായിരുന്നു. അവർ തുടക്കം ഇത് തന്നെയാണ്, സായുധ പോരാട്ടമായിരുന്നു ഭരണകൂടത്തിനെതിരെ. പിന്നെ അവർ നോക്കിയപ്പോൾ വളരെ എളുപ്പത്തിലുള്ളൊരു പരിപാടി ഈ പറയുന്ന ഡ്രഗ് ഡീലിംഗായി. അവർ പണത്തിന് വേണ്ടി ഡ്രഗ് ഡീലിംഗ് നടത്തി, കിഡ്നാപ്പിംഗ് നടത്തുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു, ആൾക്കാരെ കൊല്ലുന്നു, റാൻസം ചോദിക്കുന്നു. അപ്പോൾ അത് വേറെ തന്നെ ഒരു സമാന്തര സ്റ്റേറ്റായി മാറുകയാണ്. സമാന്തര സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന് ആക്സസ് ചെയ്യില്ല. നമ്മളിവിടുത്തെ മാവോയിസ്റ്റ് കോറിഡോർസ് എന്ന് പറയുന്നില്ലേ, ഛത്തീസ്ഗഡിലും ആന്ധ്രയിലും തെലങ്കാനയിലൊക്കെ ഉണ്ടായിരുന്ന പോലെ, ബീഹാറിലൊക്കെ ഉണ്ടായിരുന്ന പോലെ അവിടെ കോറിഡോറല്ല, അവിടുത്തെ ഒരു ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ ഭരിക്കുന്നത് ഈ ഗറില്ലകളായിരുന്നു. സ്റ്റേറ്റിന് ഒരു തരത്തിലും അങ്ങോട്ട് ആക്സസ് ഉണ്ടായിരുന്നില്ല. അത് കൂടാതെയാണ് കാർട്ടലുകൾ.